സയനൈഡ് എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഏറെ പ്രമാദമായ കൂടത്തായി കൊലക്കേസ് തന്നെയായിരിക്കും. സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി റോയ് തോമസിന്റെ ഭാര്യയായിരുന്ന ജോളി വ്യാജ ഒസ്യത്ത് തയ്യാറാക്കിയതിനെ തുടർന്ന് നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് കൂടത്തായിയിലെ ഞെട്ടിക്കുന്ന കൂട്ടക്കൊലപാതക വിവരം പുറംലോകം അറിയുന്നത്. കറി ആൻഡ് സയനൈഡ് ദ ജോളി ജോസഫ് കേസ് എന്ന പേരിൽ ഒരു സീരീസ് പിന്നീട് വന്നിരുന്നു. അതേപോലെ നമ്മൾ ഓർമ്മിക്കുന്ന ഒന്നാണ് സയനൈഡ് മോഹൻ കേസ്. നിരവധി സ്ത്രീകളെ സയനൈഡ് കൊടുത്ത് കൊലപ്പെടുത്തിയ സയനൈഡ് മോഹനായി മമ്മൂട്ടി അഭിനയിച്ച കളങ്കാവൽ എന്ന സിനിമ അടുത്തിടെയാണ് ഇറങ്ങിയത്. എന്നാൽ നിസ്സഹായരായ സ്ത്രീകളെ തേടി ഭക്തിയുടെ മുഖംമൂടി ധരിച്ചെത്തിയ ഒരു കൊലയാളി വനിത ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ കുറ്റാന്വേഷണ ചരിത്രത്തെ ഞെട്ടിച്ച രാജ്യത്തെ ആദ്യത്തെ വനിതാ സീരിയൽ കില്ലർ എന്നറിയപ്പെടുന്ന KD കെമ്പമ്മ എന്ന സയനൈഡ് മല്ലികയുടെ കഥയാണ്. മല്ലികയുടെ കഥ അടിസ്ഥാനമാക്കി 2021 പുറത്തിറങ്ങിയ സിനിമയ്ക്കും അതേ പേരായിരുന്നു, സയനൈഡ് മല്ലിക. പുറമേക്ക് കെമ്പമ്മ സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു. ബാംഗ്ലൂരിനടുത്തുള്ള കഗലിപുര എന്ന ഗ്രാമത്തിൽ ജനിച്ച് ഒരു തയ്യൽക്കാരനെ വിവാഹം കഴിച്ച് ജീവിച്ച സ്ത്രീ. എന്നാൽ ഒരു ചിട്ടി ഫണ്ട് നടത്തി പൊളിഞ്ഞതോടെ അവർ മോഷണത്തിലേക്ക് തിരിഞ്ഞു. അത് താമസിയാതെ ആസൂത്രിതമായ കൊലപാതകങ്ങളുടെ ഒരു പരമ്പരയായി മാറുകയും ചെയ്തു. ഇരകളെ കണ്ടെത്താനും അവരുടെ വിശ്വാസം നേടാനും കെമ്പമ്മ തെരഞ്ഞെടുത്തത് ക്ഷേത്രങ്ങളാണ്. ബാംഗ്ലൂരിനകത്തും പുറത്തുമുള്ള ക്ഷേത്രങ്ങളിൽ എത്തുന്ന സാമ്പത്തികമായി മെച്ചപ്പെട്ടു നിൽക്കുന്നതെന്ന് തോന്നിക്കുന്ന സ്ത്രീകളെ ഇവർ നോക്കി വെച്ചിരുന്നു. കുടുംബ പ്രശ്നങ്ങളോ മറ്റു മാനസിക സംഘർഷങ്ങളോ അനുഭവിക്കുന്നവരെന്ന് മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കുന്നവരെ ഇവർ ലക്ഷ്യം വെച്ചു. അവരുടെ സ്വർണ്ണാഭരണങ്ങളായിരുന്നു കെമ്പമ്മയുടെ പ്രധാന ലക്ഷ്യം. അതീവ ഭക്തയും ആത്മീയ കാര്യങ്ങളിൽ അറിവുള്ളവളുമായി അഭിനയിച്ച് ഇവർ ഇരകളെ സമീപിക്കും. അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളുമെല്ലാം ക്ഷമയോടെ കേട്ടിരിക്കും. തനിക്ക് ഇതിന്റെ പരിഹാരം അറിയാമെന്ന് അവരെ വിശ്വസിപ്പിക്കും. ദാമ്പത്യ പ്രശ്നങ്ങൾ, സന്താനഭാഗ്യമില്ലായ്മ തുടങ്ങിയ ദുഃഖങ്ങൾ പങ്കുവെക്കുന്ന സ്ത്രീകളോട് തനിക്കറിയാവുന്ന ഒരു പ്രത്യേക പൂജയിലൂടെ ഇതിനെല്ലാം പരിഹാരം കാണാമെന്ന് വാഗ്ദാനം ചെയ്യും. ഈ പൂജ വളരെ രഹസ്യമായി വീട്ടിൽ നിന്ന് അകലെ ഒരു വിജനമായ ക്ഷേത്രത്തിലോ ലോഡ്ജിലോ വെച്ച് നടത്തണമെന്നും ഏറ്റവും നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ഒറ്റയ്ക്ക് വരണമെന്നും പറയും. എങ്കിൽ മാത്രമേ ഈ പൂജയ്ക്ക് ഫലമുണ്ടാകൂ എന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. കെമ്പമ്മയുടെ വാക്കുകളിൽ വിശ്വസിച്ച് എത്തുന്ന ഇരകളോട് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. ഈ സമയത്ത് തീർത്ഥജലം എന്ന വ്യാജേന സയനൈഡ് കലർത്തിയ വെള്ളം കുടിക്കാൻ കൊടുക്കും. നിമിഷങ്ങൾക്കകം മരണം സംഭവിക്കും. പിന്നീട് ഇരയുടെ ശരീരത്തിലുള്ള എല്ലാ ആഭരണങ്ങളും പണവും കവർന്നെടുത്ത് കെമ്പമ്മ അവിടെ നിന്നും രക്ഷപ്പെടും. തുടക്കത്തിൽ ഈ മരണങ്ങളെല്ലാം ആത്മഹത്യകളോ അല്ലെങ്കിൽ അസ്വാഭാവിക മരണങ്ങളോ ആയിട്ടാണ് പോലീസ് എഴുതി തള്ളിയത്. എന്നാൽ ബാംഗ്ലൂരിന് ചുറ്റുമുള്ള ക്ഷേത്ര നഗരങ്ങളിൽ നിന്നും ലോഡ്ജുകളിൽ നിന്നും സമാനമായ രീതിയിൽ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ തുടങ്ങിയതോടെയാണ് പോലീസിന് ഇതൊരു കൊലപാതക പരമ്പര ആണെന്ന് സംശയം തോന്നുന്നത്. മാത്രമല്ല, എല്ലാ മൃതദേഹങ്ങളിൽ നിന്നും ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. 2006 കെമ്പമ്മ ബംഗളൂരു നിവാസിയായ രേണുകയെ കൊലപ്പെടുത്തി. ആ മൃതദേഹം പോലീസ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് കണ്ടെടുത്തു. പോലീസ് അന്വേഷണത്തിൽ കൊലയാളിയെക്കുറിച്ച് ചില സൂചനകളും ലഭിച്ചു. ജയമ്മ എന്നാണ് കൊലപാതകിയുടെ പേരെന്ന് പോലീസ് അന്ന് കണ്ടെത്തി. എന്നാൽ അത് യഥാർത്ഥത്തിൽ കെമ്പമ്മയായിരുന്നു. പോലീസുകാർ ഈ ജയമ്മയെ തിരയുന്നതിന്റെ ഇടയിൽ കുട്ടികളില്ലാത്ത നാഗവേണി എന്ന സ്ത്രീയെ തന്റെ അടുത്ത ഇരയായി കെമ്പമ്മ തെരഞ്ഞെടുത്തു. പൂജക്കായി നാഗവേണി ഒരു ക്ഷേത്രത്തിലേക്ക് വിളിപ്പിക്കുകയും വഴിപാടായി ഈ സയനൈഡ് വെള്ളം നൽകുകയും ചെയ്തു. എന്നാൽ നാഗവേണിയുടെ ആഭരണങ്ങളുമായി ഒളിച്ചോടിയ സയനൈഡ് മല്ലികയെ പോലീസ് പിടികൂടി. തന്റെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ നടത്തിയ ശ്രമമാണ് മല്ലികയ്ക്ക് ജയിലിലേക്കുള്ള വഴി തുറന്നത്. മല്ലിക എന്ന പേരിലാണ് കെമ്പമ്മ നാഗവേണിയെ സമീപിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് സയനൈഡ് മല്ലിക എന്ന പേര് പിന്നീട് കിട്ടുന്നത്. ചോദ്യം ചെയ്യലിൽ 6 കൊലപാതകങ്ങൾ നടത്തിയതായി അവർ സമ്മതിച്ചു. വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ നിന്ന് മോഷണ മുതലുകളും സയനൈഡും പോലീസ് കണ്ടെടുത്തു. മേദാർപേട്ടിലെ സ്വർണ്ണ പോളിഷിംഗ് ഷോപ്പിൽ നിന്ന് 200 രൂപക്കാണ് മല്ലിക മാരക വിഷമായ സയനൈഡ് വാങ്ങിയതെന്നും ഇവർ വാങ്ങിയ സയനൈഡ് 2000 പേരെ കൊലപ്പെടുത്താൻ മതിയാകുമായിരുന്നു എന്നും പോലീസ് കണ്ടെത്തി. 2012 സയനൈഡ് മല്ലികയെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്തു. 2017 തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സഹായിയായിരുന്ന ശശികലയുടെ അടുത്ത സെല്ലിൽ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന സമയത്താണ് മല്ലിക വീണ്ടും മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. ശശികലയുമായി നല്ല ബന്ധമുണ്ടാക്കിയെങ്കിലും അവരുടെ ജീവന് ഭീഷണിയാണെന്ന് പറഞ്ഞ് പോലീസ് പിന്നീട് മല്ലികയെ മറ്റൊരു ജയിലിലേക്ക് മാറ്റി. അതിനിടെ മല്ലികയുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറക്കുകയും ചെയ്തു. ഇന്നും ബാംഗ്ലൂരു പരപ്പന അഗ്രഹാര ജയിലിലെ ഇരുമ്പഴിക്കുള്ളിൽ സയനൈഡ് മല്ലിക ജീവിച്ചിരിക്കുന്നു.